ഞാനാണെങ്കി ഈ ഒരു വീഡിയോ രണ്ടാമതാണ് റെക്കോർഡ് ചെയ്യണത്. ഞാൻ ഫസ്റ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോക്ക് സൗണ്ട് ഇല്ലാന്ന്. ഞാൻ ഇത്രയും ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് സൗണ്ട് ഇല്ല. എന്താണ് ഞാൻ ബിൽഡ് ചെയ്യണതെന്ന് പറയാം. അതിനാണ്ടി മുമ്പ് നമ്മൾ ഈ ഒരു സ്റ്റോറേജ് റൂമില്ലേ, അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് റൂമിന് ഇവിടെ എന്തോ പ്ലെയിൻ ആയിട്ടായിരുന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലീഫും അതുപോലെ സ്റ്റേയേഴ്സ്ന്ന് സ്ലാബും അതൊക്കെ എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇപ്പോൾ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ കുറച്ച് ലാൻഡേണൊക്കെ വെച്ചൊന്ന് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ഒരു സ്റ്റോൺ ജനറേറ്റർ ആണ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും അതിന്റെ പുറമെ നമ്മളൊരു ബിൽഡും കൂടി ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ ഇടണല്ലേ, ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും റോഡ് ടു 500 സബ്സ്ക്രൈബർ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ 200 സബ്സ്ക്രൈബർ ആവാറായിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ 200 സബ്സ്ക്രൈബർ അടിക്കും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഈ ഒരു സ്റ്റോൺ ജനറേറ്റർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയുള്ള സ്പേസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അയൺ ഫാർമൊക്കെ ആണെങ്കിൽ പക്ക വർക്കി കാർഡ് ഇത്രത്തോളം അയൺ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അതുപോലെ തന്നെ അയണൊക്കെ നിറഞ്ഞു കവിഞ്ഞതാ അവിടെയായിട്ട് നിൽക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിപ്പിച്ച് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ മൊത്തത്തിൽ ക്ലിയർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം ഇരുന്ന് ഈ ഒരു വീട് ഇപ്പൊ നമ്മളെ വില്ലേജർ കയ്യേറിയിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറേണ്ടതായിട്ട് ഇരിക്കുന്നു. നമ്മൾ ഈ ഒരു പുതിയ വീട്ടിൽ ഒരു സാധനം പോലും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ മീനുക്കുട്ടിക്ക് പുതിയൊരു കൂട്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു പൂച്ചക്കുട്ടിയും കൂടി പെറ്റാക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് നല്ലൊരു കിടിലം പോലത്തെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും മീനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 30 ലൈക്ക് അങ്ങ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പുതിയ പൂച്ചക്കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പൂച്ചക്കുട്ടീൻ്റെ പേര് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഓൾറെഡി സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ അറിയാം. കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല എൻ്റെ സീൻ. എനിക്ക് ഏറ്റവും കൂടുതൽ സീൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ, ഇതിൻ്റെ പുറമെ നമുക്കൊരു ബിൽഡ് ചെയ്ത് വെക്കണമല്ലോ, അതാണ് എനിക്ക് സീൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഡബിൾ ചെസ്റ്റ് 4 ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഹോപ്പർ 4 നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോപ്പർ എടുത്തിട്ട് ഇതുപോലെ ഓരോ ചെസ്റ്റിനും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ചുറ്റുഭാഗം മൊത്തത്തിൽ വെക്കണം. ഇതുപോലെ വെച്ചുകൊടുക്കണം മൊത്തത്തിൽ. ഇവിടെയും കൂടി ഒരു ബ്ലോക്ക് മിസ്സിംഗ് ഉണ്ട്, ഇവിടെയും കൂടി വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഇതുപോലെ 4 ചെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 4 ചെസ്റ്റിന്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റേഴ്സ് വെച്ചുകൊടുക്കണം. ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് വെക്കണം. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് വെക്കണം. ഇനി ഇതിനെ ചുറ്റുമായിട്ട് നമുക്കിങ്ങനെ ബ്ലോക്ക് കൊണ്ട് കവർ ചെയ്യണം. എന്തായാലും നമുക്ക് പോയി കിടന്നുറങ്ങാം. അങ്ങനെ സൂര്യന്റെ വെട്ടന്റെ മുഖത്തേക്ക് അടിച്ച് കയറണുണ്ട്. എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ബാക്കിയും കൂടി ബിൽഡ് ചെയ്ത് വെക്കാം. ഇതിപ്പോ മൊത്തത്തിൽ കറുപ്പായതുകൊണ്ട് അങ്ങനെ കണ്ണിൽ പെടുന്നില്ല കേട്ടോ. അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ആയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതിനു മുമ്പ് ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് നമുക്ക് വെക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ബക്കറ്റ് വെള്ളം, അതുപോലെ തന്നെ അടുത്ത ബക്കറ്റ് വെള്ളം, അതിനുശേഷം അടുത്ത ബക്കറ്റ് വെള്ളം. ഓക്കെ, ഇനി ഒരു ബക്കറ്റിന്റെ കുറവുണ്ട്, അത് നമുക്ക് ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് ഓക്കെ, നമ്മൾ ആ ഒരു വാട്ടർ ബക്കറ്റ് എവിടെയോ പോയി. ഓക്കെ, അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളമായല്ലോ. അതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് വീണ്ടും നമ്മളെ കയ്യിലുള്ള ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കാം. എന്നിട്ട് അത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം. ഓക്കെ, അങ്ങനെ ആ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് വീണ്ടും സ്റ്റേഴ്സ് ഇതുപോലെ വെച്ചുകൊടുക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ലാവ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അയ്യോ ലാവ് ഒഴിച്ചത് തെറ്റി. അയ്യോ ഞാൻ ചത്ത്. അയ്യോ നാട്ടുകാരെ ഓടിയറട്ടെ. അയ്യോ ഞാൻ ചത്ത്. ഓക്കെ, ഇവിടെ അടുത്ത് വെള്ളം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചത്തേനെ. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റേഴ്സ് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെയും കൂടി ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റേഴ്സ് അങ്ങ് പൊളിച്ച് കളയാം, അതായിരിക്കും നല്ലത്. ഓക്കെ, സ്റ്റേഴ്സ് എന്തായാലും പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള ലാവ ബക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളെ കയ്യിലെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് ലാവ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളെ ഭാഗത്താണ് തെറ്റ് പറ്റിയത്. ഓക്കെ, ലാവയുടെ പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. ഓക്കെ, ആ പരിപാടി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ടെമ്പററി ബ്ലോക്ക് മൊത്തത്തിൽ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് നമുക്ക് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ ട്രാപ്പ് ഡോർ ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മളെ സ്റ്റോൺ ജനറേറ്ററിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇവിടെ ഇരുന്ന് ഇങ്ങനെ മൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇവിടെയായിട്ട് നമ്മളെ സ്റ്റോണും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി നമ്മളെ മെയിൻ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പുറമേട്ട് ഒരു ബിൽഡ് സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അയൺ ഫാർമിലേക്ക് പോകാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു സ്റ്റോറേജ് റൂമിലേക്ക് പോകാനും വേണ്ടിയിട്ട് ഒരു പാത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു എൻ്റയർ പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്രൂസിൻ്റെ സ്ലാബ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇവിടെ ഇത്ര കാണുന്ന ഈ ഡയറക്റ്റില്ലേ, ഇത് മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ട് ഈ കാണുന്ന കേവ് മൊത്തത്തിൽ നമുക്ക് മൂടിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അയൺ ഫാർമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാണുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതായത് ഈ ഒരു തട്ട് തട്ട് നിൽക്കണ ഈ ഒരു സംഭവം നമുക്ക് മൊത്തത്തിൽ എടുത്ത് കളയാണ്ട് ഇതൊന്ന് ചുരുക്കി എടുക്കണം. അതായത് മൊത്തത്തിലൊന്ന് ചെറുതാക്കിയിട്ട് നമുക്കിവിടെ സ്റ്റേസ് വെച്ചിട്ട് മുകളിലേക്ക് പോകുന്ന പോലത്തെ ഒരു സംഭവം ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോൺ ജനറേറ്ററിൻ്റെ ഈ ഒരു സംഭവമില്ലേ, ഈ നിൽക്കുന്ന ഈ ഒരു പൊങ്ങി കിടക്കണ ഈ ഡയർട്ട്, ഇത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്തിട്ട് ഒരു ബിൽഡ് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഡേർട്ട്, ഞാൻ പറഞ്ഞ ഇത്രയും ഡേർട്ട് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു സൈഡ് മൊത്തമുള്ള ഡേർട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം പ്ലെയിൻസ് പോലെയാണ് ഉള്ളത്, അതൊക്കെ നമുക്ക് വഴിയെ ക്ലിയർ ചെയ്തെടുക്കാം. ഇനി ഇവിടെയും കുറച്ച് ഡേർട്ട് ഉണ്ട്, അതും നമുക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെ അത് ഇത്രയും ഏരിയ ഞാൻ ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഏരിയയും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തുകഴിഞ്ഞെങ്കിൽ നമുക്ക് പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതൊരു ബിൽഡാക്കി എടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും പ്ലെയിൻസ് ആക്കിയൊന്നും വെക്കത്തില്ല. നമുക്കിവിടെ ഒരു കസ്റ്റം ട്രീയും കാര്യങ്ങളൊക്കെ ഈ ഒരു സെൻട്രലായിട്ട് പണിയണം. അതുപോലെ തന്നെ നമ്മളെ ഭാവിയിൽ വരുന്ന ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ നമുക്ക് പണിയാനുള്ള ഒരു ലൊക്കേഷനും കൂടി നമുക്ക് നോക്കി വെക്കണം. അപ്പം നമ്മളെന്തായാലും ഇവിടെ ചെറുതായിട്ടൊന്ന് ക്ലിയർ ആക്കിയിട്ട് കുറച്ച് സ്ഥലം കൂട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ പണി ഇത് ഇവിടുത്തെ ഈ ഒരു മലയില്ലേ, ഈ ഒരു മല ഒന്ന് ചെറുതാക്കി എടുക്കണം. അതാണ് നമ്മൾ അടുത്ത പണി. അപ്പം ഞാൻ എന്തായാലും ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചെറുതാക്കി വരാണ്, ഇതുപോലെ മൈൻ ചെയ്ത് അങ്ങനെ ക്ലിയർ ചെയ്തത് ഇത്രത്തോളം ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം രാത്രിയായി, 1 മണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്തായാലും ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോ എപ്പിസോഡൊക്കെ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും മര്യാദയ്ക്ക് ലൈക്ക് ചെയ്യണില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനാണെങ്കിൽ ഇത് ഇവിടെ മൊത്തം ക്ലിയർ ചെയ്യണ സമയത്ത് എനിക്കിത് ഇവിടെ നിന്നും ഒരു എമറാൾഡിൻ്റെ ഈ ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് മൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, നമ്മുടെ അടുത്ത് സിൽ ടച്ച് ഇല്ലാന്ന്. അപ്പോൾ എന്തായാലും ഇതാ ഇവിടെ ഇത്രത്തോളം ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇവിടെ ഇത്രയും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കിട്ടി. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയ ഐലൻഡ് പോലെ സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു അയൺ പോലെ ഒരു അയണെന്ന് റീലൊക്കെ പോയിട്ടാ, രാത്രി ആയതുകൊണ്ട് റീലൊക്കെ പോയി പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുക്ക് കയറി വരാം. അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ആയിട്ട്. അപ്പോൾ ഇതും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നിങ്ങളോട് പറയാൻ തോന്നി. അപ്പോൾ ഇവിടെ ഒരു കുഴി പോലെയല്ലേ ഇരിക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഇത്രയും ഡേർട്ട് ഇവിടെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമുക്കിവിടെ തട്ടാം. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഇവിടെ മൊത്തത്തിൽ ക്ലിയർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇവിടെയും സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഇതും ഒരു ചെറിയ ഷേപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബിൽഡാക്കി മാറ്റണം. അപ്പോൾ ഇത് മാത്രം എന്താ ഇത്രയും പൊക്കി നിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇതും ഇവിടെ തന്നെ പ്ലെയിൻസിൽ തന്നെ ആയി കിടന്നു കഴിഞ്ഞെങ്കിൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ബിൽഡാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ട്യൂട്ടോറിയലും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നമുക്ക് എന്തായാലും നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 4 തൂണ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് 5 ബ്ലോക്ക് ഹൈറ്റിൽ. അപ്പോൾ നമുക്കിനും കുറേയധികം പ്രൂഫ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെസ്റ്റിന്ന് പ്രൂഫ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ 4 ഫർണേഴ്സ് വെച്ചിട്ട് അതിലൊക്കെ കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. നമുക്കിനി അതൊക്കെ ഉരുക്കിയിട്ട് സ്റ്റോണാക്കി മാറ്റാം. എന്നിട്ട് സ്റ്റോൺ കൊണ്ട് നമുക്ക് ആ ഒരു ഫാർം ബിൽഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു സ്റ്റാക്കും 9 സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പോരാ, എന്നാലും നമുക്ക് കിട്ടിയത് കൊണ്ട് ഓണം പോലെ നമുക്കിത് മൊത്തത്തിൽ വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് അപ്പോഴേക്കും ഉരുക്കി കിട്ടുന്നതായിരിക്കും. ഫൈനലി അങ്ങനെ 4 സൈഡിലുള്ള ചുമരിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ മൊത്തത്തിൽ സ്ട്രിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റൂഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഏകദേശം അതുപോലത്തെ ഒരു പരന്ന റൂഫാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. നമ്മൾ ഏകദേശം ഇതുപോലത്തെ ഒരു റൂഫിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി ബെറ്റർ ആക്കാനൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിത് മൊത്തത്തിൽ ആ ഒരു സൈഡ് വരെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി നമുക്ക് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ റൂഫിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ഒരുമാതിരി വില്ലേജ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് റൂഫിങ് ട്രാപ്പ് ഡോറൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ എന്തൊക്കെയോ ചെയ്ത സമയത്ത് ഇതിപ്പോൾ റൂഫ് നല്ല രീതിക്ക് കട്ടി പോലെ ഫീൽ ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ അത് ചിലപ്പോൾ മാറ്റി ചെയ്യുന്നതായിരിക്കും.
അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഒരു ഡോറും പിന്നെ ഈ ഒരു ചുമരൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്തെടുക്കണം. കാരണം ഇപ്പൊ എന്തോ പോലെയാണ് ഇരിക്കുന്നുള്ളത്. അപ്പൊ ഞാൻ മൈൻക്രാഫ്റ്റിലാണെങ്കിൽ കുറച്ചധികം ഡോറിന്റെ മോഡൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിലുള്ളൊരു ഡോറാണ് ഈ ഒരു സംഭവം. അപ്പൊ അതെന്തായാലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റാൻഡായിട്ട് നമുക്കിങ്ങനെ പൊളിച്ചിട്ട് ഇവിടെയൊക്കെ ആയിട്ട് കോബിൾ സ്റ്റോണും പിന്നെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു ഡിസൈൻ പർപ്പസ്, അതായത് ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതിനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഡീറ്റെയിലിങ്ങിന്റെ പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വലിയ രസമൊന്നും ഉണ്ടാവില്ലായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. ഇനി നമുക്കിവിടെ കുറച്ച് ലാൻഡേണും കാര്യങ്ങളൊക്കെ വെക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് ലൈറ്റിങ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റോൺ ജനറേറ്ററിന്റെ മൊത്തം പണിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് ലീവ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ 3 ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ആയിട്ട് ഫെൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പം ഈ ഫ്രണ്ട് എന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്തോ പ്ലെയിൻ ആയിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു 3 ഫെൻസും കാര്യങ്ങളൊക്കെ വെച്ചെടുത്തു. അതേ സെയിം പോലെയാണ് ഇവിടെയും ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ അകംഭാഗമാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ സ്റ്റോൺ കൊണ്ട് കവർ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലാൻഡേണും കാര്യങ്ങളൊക്കെ തൂക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബിൽഡിംഗ് സ്കില്ലൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് താഴത്ത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഏത് ഫാർം ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കണം എന്നും കൂടി താഴത്ത് കമന്റ് ചെയ്യുക. അപ്പം നമ്മ ഇത് വളരെയധികം സ്ലോ ആയിട്ടാണ് ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് OP ആർമറൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയല്ല നോക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്ത് നമുക്ക് OP ആവാം. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.